നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോളം ഫുട്ടിംഗ് രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കമ്പൈൻഡ് ഫുട്ടിംഗ് ആയിട്ടാണ് ഇതിന്റെ കോളംസിന്റെ എല്ലാം ബേസ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് അടുത്തടുത്ത് വരുന്ന പില്ലറുകളാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ഫുട്ടിങ്ങും ഏകദേശം ഒരു 5 അടി വീതിയും 5 അടി നീളവുമാണ് ഉള്ളത്. അതനുസരിച്ച് വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത് വരുന്ന പില്ലറുകളായതുകൊണ്ട് തന്നെ മണ്ണ് ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നിച്ച് ഒറ്റ കുഴിയായിട്ട് എടുത്തിട്ടാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കമ്പിയെല്ലാം കൊടുത്തിരിക്കുന്നത് 12-ന്റെ 12mm കമ്പിയും അതുപോലെ 10mm കമ്പിയുമായിട്ടാണ് ഡബിൾ മാറ്റായിട്ടാണ് ഇതിന്റെ ഫുട്ടിങ്ങിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് ഒരുപാട് താഴേക്ക് എടുക്കേണ്ടി വന്നു. നമുക്കിത് സാധാരണ ഒരു 4 അടി 5 അടി താഴ്ചയാണ്. പക്ഷെ ഇവിടെ കുറച്ച് കുഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് ഡബ്രിസും കുറച്ച് വേസ്റ്റും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പഴയ കുറച്ച് മരത്തിന്റെ കുറച്ച് കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഫൗണ്ടേഷന്റെ വർക്ക് തന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിട്ട് നമുക്ക് ഇതിന്റെ ഡെപ്ത് എടുക്കേണ്ടി വന്നു. ഡെപ്ത് കൂടുമ്പോൾ അതനുസരിച്ച് അതിന്റെ ഫൗണ്ടേഷന്റെ വിസ്താരവും നമുക്ക് കൂട്ടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇത്രയും ഫുട്ടിങ് ഒരുമിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തോട്ട് വരുമ്പം മറ്റുള്ളിടത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഫുട്ടിങ് കൊടുത്തു. ഇവിടെ നമ്മളൊരു ഡബിൾ മാറ്റായിട്ടാണ് ഡബിൾ ഫുട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ ഫുട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹൈ റൈസ്ഡ് ബിൽഡിംഗ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ പോലാണ് ഇതിന്റെ അടി വന്നിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ 2 നില വീടാണെങ്കിൽ പോലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊക്കെ ഇതിന്റെ ഫൗണ്ടേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന്റെ കോളംസ് എല്ലാം കൊടുത്തിരിക്കുന്നത് 16-ന്റെ കമ്പിയാണ്. 16-ന്റെ 6 കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. ചിറപ്പ് റിങ് കിട്ടിയിരിക്കുന്നത് 8-ന്റെ റിങ് ആണ്. ഒരു 15 സെന്റിമീറ്റർ സ്പേസിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഫുട്ടിംഗ് കോൺക്രീറ്റ് ചെയ്ത ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കോളംസ് വരും. ഇതാണ് ഗ്രൗണ്ട് ലെവൽ ഇവിടെയാണ് വരുന്നത്. ഗ്രൗണ്ട് ലെവൽ വന്നിട്ട് ഇവിടെ ഒരു പ്ലിന്ത് ബീമിന്റെ കണക്ഷൻ വരും. പിന്നെ അതിന്റെ മുകളിലേക്കാണ് നമ്മൾ റൂമിന്റെ ഹൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.